ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പുലർച്ചെ 5 മണിയോടെ ഞങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്രാവശ്യം വളരെയധികം നേരത്തെയാണ്. എന്നാലും ഞങ്ങൾ ഇപ്രാവശ്യം അത്ര ടയേർഡൊന്നും ആയില്ല ട്രാവൽ ചെയ്തിട്ട്. ഈ ട്രിപ്പ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇടയിൽ ഞങ്ങൾ പമ്പിലൊക്കെ നിർത്തി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അവിടെ ഞങ്ങളുടെ നെക്സ്റ്റ് ടീമും എത്തി. അവർ അവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊരു രസം തന്നെയായിരുന്നേ. നോർവേയുടെ ബ്യൂട്ടീനെ കുറിച്ച് എനിക്ക് പറഞ്ഞാലും മതിയാവില്ല. അത്രയധികം ബ്യൂട്ടിഫുൾ ആണ് നോർവേ. കണ്ടോ, ഞങ്ങളുടെ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇപ്പൊ നീനു ചേച്ചിയുടെ വായക്കൂടെ പുക പോകണേ. അപ്പോൾ ഇപ്പൊ ഈ പച്ച ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറാവണ ടൈമാ. ആഷിക്കുട്ടന്റെ കയ്യിലുള്ളത് ഇപ്പൊ ഒരു സ്നേക്കാണേ. ബിബിയാട്ടൻ അവിടെ ഇറങ്ങിയപ്പോൾ വാങ്ങിയതാ. അപ്പോൾ അതൊരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഭയങ്കര എല്ലാവർക്കും അട്രാക്ഷൻ തോന്നും. അങ്ങനെ ഞങ്ങള് ഒരു ഫുഡ് കഴിച്ചാലോ ലഞ്ച് കഴിച്ചാലോ എന്ന് വെച്ച് ഇറങ്ങിയതാ. പക്ഷെ അവിടെ നിന്നാണെങ്കിൽ ഫുഡ് ആയില്ലാന്നേ. അവിടെ നിന്ന് ഫുഡ് കിട്ടിയില്ല ഞങ്ങൾക്ക്. സ്വയം ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സെൽഫി അങ്ങോട്ട് പൂശി. പിന്നല്ല, അങ്ങനെ ഫുഡ് കിട്ടിയില്ല എന്നുള്ള നിരാശവേദനയോടെ ഞങ്ങൾ മടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ 500 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഫെറി എത്തിയിരിക്കുന്നു. വാവ്! അങ്ങനെ കുറച്ച് ഫോട്ടോകളുടെ പ്രഹസനമൊക്കെ ഞങ്ങൾ 3 പേരും എടുത്തു. ഞങ്ങൾ ഫാമിലി ഫോട്ടോയും എടുത്തു ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് ഗായ്സ്. നോർവേയുടെ സ്വിറ്റ്സർലാൻഡ് ഇതാണ് മക്കളെ. നോർവേ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയണേനെ യാതൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണന്നെ വേണം. ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ഇവിടെ വന്നിട്ട്